ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് 2-3 സൈറ്റിലെ വർക്കുകളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊരു വാട്ടർ ടാങ്കിൻ്റെ മേളിലൊരു കവറിങ്, ചിമ്മിനിയുടെ മേളിലോട്ട് കവർ ചെയ്യാനുള്ള അതിൻ്റെ കുറച്ച് വർക്കുണ്ട്. പിന്നെ വന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം ഷീറ്റാണ്. പിന്നെ വേറൊരു ഓപ്പൺ ഡ്രസ്സിൻ്റെ മേളിലും ഉണ്ട് വർക്കുണ്ട്. ഇത് നമ്മൾ ചിമ്മിനിയുടെ മേളിലുള്ള വാട്ടർ ടാങ്കിൻ്റെ മേളിലുള്ള കവർ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇത് പണ്ട് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് വാട്ടർ ടാങ്ക് കവറിങ് വരാത്ത രീതിയിൽ വാട്ടർ ടാങ്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കാലാവസ്ഥ വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ അത് ചിമ്മിനിയുടെ ചെറിയ പനിപ്പൊക്കെ വന്നോളി. പിന്നെ ഇപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് ബോഡി ചെയ്തു തരുന്നതാണ്. അലുമിനിയം ഷീറ്റ്, കോർഗേറ്റഡ് അലുമിനിയം ഷീറ്റ് ചെയ്തു തരുന്നതാണ്. അപ്പം നമ്മളവിടെ ഇങ്ങനെ ഇത് കണ്ടോ ബോഡി അടിച്ച് ഒരു മോപ്പ് പോലെ നമ്മൾ അവിടെ നിന്നിട്ട് ചെയ്തെടുത്തേക്കോ. ഈ വാട്ടർ ടാങ്കിൻ്റെ മേളിലോട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിരിക്കുക. അതിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു 2 ചുഴുകോടി വരാൻ രീതിയിൽ കട്ട് ചെയ്തിട്ട് വയറിലവിടെ നമ്മൾ പഴയ റൂപ്പിട്ടേക്കണം. അതൊന്നും ചെയ്യാതെ തന്നെ നമ്മളവിടെ ചുഴുകോടിയിലോട്ട് വന്ന് ചെയ്തിരിക്കുക. നമ്മൾ ഷീറ്റ് ഇതാണ് കൂടെയാണ് അലുമിനിയം ഷീറ്റാണ്. 40 എന്നുള്ള ഷീറ്റാണ്. നമ്മൾ നിർത്തി തന്നെ ചെയ്തിരിക്കുകയാണ്. ചുഴുകോടിയിട്ട് നമ്മൾ നാല് മീറ്റർ ഉണ്ട് അതിൻ്റെ വിത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ആ ഹൈറ്റ് നമ്മൾ കവർ ചെയ്ത് പോകാൻ വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫാനൊക്കെ ചെയ്താണ് വേണ്ടത് ഇപ്പോഴും നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഐ സെക്ഷൻ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റൂഫിൻ്റെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ ചിമ്മിനിയുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. അവിടെ നേരെ ഓപ്പൺ ചെയ്തേക്കും. അവിടെ കട്ട് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചുഴുകൂടി ഇട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തേക്കും. കേട്ടോ മേലോട്ട് നേരെ കവർ ചെയ്ത് നിൽക്കണ രീതിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. 2 നിലയുടെ മേളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ നമുക്ക് പ്ലേറ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഉത്തരം റൺ ചെയ്തിരിക്കുക. അതിൻ്റെ മേളിൽ നിന്നാണ് അതിൻ്റെ മേളിൽ ഉത്തരത്തിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ തൂണും സപ്പോർട്ടിങ് തൂണും കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഈ വാട്ടർ ടാങ്ക് ഉള്ളതുകൊണ്ട് അവിടെ നമ്മുടെ ആംഗിൾ ബോൾട്ട് വെക്കാൻ പറ്റത്തില്ല. ലീക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളതിനൊരു അടപ്പൊക്കെ വെച്ചിട്ട് അത് ഡോറ് തുറക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു കപ്പിങ് കയറൊക്കെ ഇട്ട് സെക്യൂർ ചെയ്യുക. ഇത് വേറെ സൈറ്റ് കേട്ടോ. ഇതിപ്പോൾ 2 ഒറ്റ വീഡിയോയിലങ്ങ് ഇടാൻ നോക്കാണ്. ഒറ്റ വീഡിയോയിൽ ഇത് വേറെ സൈറ്റിന് അടുത്ത് തന്നെയുള്ളൊരു സൈറ്റായിരുന്നു. അതിൻ്റെ ഒരു റൂഫ് ടോപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡബിൾ സൈഡ് വർക്കാണ്. നമ്മൾ വലിയ കട്ടറാണ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ ചെരുവൊന്നും വരാതിരിക്കാനായിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ടിങ്, കറക്റ്റ് പൈപ്പ് നമ്മുടെ തൂണും കട്ടിങ് കിട്ടാൻ വേണ്ടി. 5 ഡമ്മി വെൽഡ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്ലംബിങ് കറക്റ്റ് പ്ലംബായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി തൂക്കുകളായിരിക്കും.
നമ്മളിതിന് പാത്തി ഉപയോഗിക്കുന്ന യൂറോ കാർഡാണ് കേട്ടോ. യൂറോ കാർഡിൻ്റെ പാത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 6 ഇഞ്ച് പാത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വാട്ടർ ലെവലിൽ നമ്മൾ 2 സൈഡിലാണ് എൻ്റെ ഈ പാത്തി ക്ലാമ്പിൻ്റെ എൻഡിലും അതിൻ്റെ അടിവശത്തുമാണ് നമ്മൾ ചരട് കെട്ടുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ്. പക്ഷേ ഈ ക്ലാമ്പ് ബെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്, തള്ളു വ്യത്യാസം. അപ്പോൾ നമ്മളതിൻ്റെ ഔട്ട് സൈഡിൽ ആണ് നമ്മളിത് ചരട് കെട്ടുന്നത്. അപ്പോൾ വ്യത്യാസം വരില്ല. അപ്പോൾ ഔട്ടും അതിൻ്റെ ബേസ് അടിവശവും അങ്ങനെയാണ് നമ്മൾ ചരട് കെട്ടുന്നത്. അന്നേരം കംപ്ലൈൻറ്റ് വരില്ല. ഏകദേശം നമ്മൾ സ്ട്രക്ചർ വർക്ക് തീർന്ന് പെയിൻറ്റിങ് ഇതാക്കിയാണ് അത് തീർന്നിട്ടുണ്ട്. കണ്ടോ കറക്റ്റ് നമ്മൾ ചരട് കെട്ടിയാണുണ്ട് ആ രീതിയിലാണ്. എന്താ കറക്റ്റായിരിക്കും, വേറെ ഒരു മാറ്റവും വരുന്നില്ല. ആ രീതിയിലാണ് നമ്മൾ ചരട് അതിൻ്റെ ലേ ചെയ്യുന്നത്. പിന്നെ ഈ ക്ലാമ്പ് തമ്മിലുള്ള അവൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അളവാണ് ഒരു 60 സെൻറ്റിമീറ്റർ 65 ആ റേഞ്ചിലേക്ക് നമ്മൾ ചെയ്യണത് അതിൻ്റെ അളവ്. എല്ലാം കഴിഞ്ഞിട്ട് വർക്ക് ഏകദേശം ഫിനിഷായി. ആ കറക്റ്റ് സമയത്ത് വർക്ക് തീർന്ന് കഴിയുമ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്യണതിന് മുമ്പ് അത് തന്നെ മഴ വന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. കുറച്ച് ഷീറ്റ് ഇട്ടായിരുന്നു, പിന്നെ മഴ വന്നു. കുറച്ച് വൈറ്റ് കിട്ടുന്നുണ്ട് വെച്ചാൽ അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെട്ടം കിട്ടാൻ വേണ്ടി വെയിലടിക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് ഇട്ടുണ്ട്. വൈറ്റ് ഇത് ജസ്റ്റ് ചെയ്ത കളർ പ്ലസ് എന്നാൽ ഈ പർലിംഗ് ടു പർലിംഗിലേക്ക് അളവെന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ 68 സെൻറ്റിമീറ്ററിൽ ആ റേഞ്ചിൽ തന്നെ 65-68 സെൻറ്റിമീറ്റർ റേഞ്ച് തന്നെ ആ രീതിയിൽ അത്രയും നമ്മൾ അടുപ്പിച്ചാണ് നമ്മൾ പർലിംഗ് ചെയ്തിരിക്കുന്നത്. യൂറോ കാർഡിൻ്റെ പാത്തിയാണ്. യൂറോ കാർഡ് വൈറ്റാണ്. ഇത് ഷീറ്റ് JSW കളറോൺ പ്ലസ് എന്നുള്ള ഷീറ്റാണ്. 35 ആണ്. BAS അപ്രൂവ്ഡായിട്ട് ഒറിജിനൽ ഷീറ്റ് തന്നെ. നമ്മളിതിൻ്റെ ഓതറൈസ്ഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മളിത് മേടിക്കുന്നത്. നമ്മളെല്ലാ മെറ്റീരിയലും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന റാഡ് വരെ നമ്മളെല്ലാം ടാറ്റയുടെ റാഡാണ്. നമ്മൾ വെൽഡിങ് റാഡ് നമ്മൾ ഉപയോഗിക്കുന്നത്.